വെൽക്കം ടു MGS ലേണിംഗ് സ്പോട്ട്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചില വാല്യൂസിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ ചില സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം ഇരുന്ന് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാല്യൂസ് ഓർമ്മയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും അതിൻ്റെ SI യൂണിറ്റ്സും. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഇക്വേഷൻ നിങ്ങൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ ഡെൻസിറ്റി, സ്പീഡ് ഓർ വെലോസിറ്റി. പിന്നെ ആക്സിലറേഷനും വരും. ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ടേംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോഴ്സൊക്കെ വെച്ചിട്ട് കുറേ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇൻ ഡയമെൻഷൻ. അപ്പോൾ അതിനകത്ത് എ പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോമോജീനിറ്റി ഒരുപാടാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പം ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് രണ്ട് സൈഡിലെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആയിരിക്കണം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ. അപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുകയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ആൻഡ് RHS മസ്റ്റ് ബി ദ സെയിം. അങ്ങനെയാണെങ്കിൽ അതിനാണ് നമ്മൾ ഹോമോജീനിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കറക്റ്റാന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലെയും ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ആവുന്ന സമയത്താണ് നമുക്കൊരു ഇക്വേഷൻ കറക്റ്റാന്ന് പറയാൻ പറ്റുക. ആ സംഭവം എഴുതി വെച്ചാൽ മതി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ചോദിക്കുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യൂസിങ് ദി പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദി ഇക്വേഷൻ F is equal to 2 pi root of L by G. ആ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് തന്നിട്ടുണ്ട് F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, L ലെങ്ത്ത്, പിന്നെ G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് തന്നെ നമ്മളൊരു സാധനം ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഇക്വേഷനാക്കി എഴുതുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി ലെഫ്റ്റ് സൈഡ്. ആ രീതിയിലല്ലേ വേണ്ടത്. അപ്പം ഫ്രീക്വൻസീൻ്റെ നമ്മൾ ഇന്നലെ ചെയ്തതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി. അപ്പം F എന്ന് പറഞ്ഞാൽ T⁻⁻1. പിന്നെ L ലെങ്ത് അല്ലേ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ L എന്നെടുക്കും. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജിയുടെ ഫോർമുല ഇപ്പം ജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ L⁻1 T⁻². നമ്മൾ ആ ഒരു ടേബിളിൽ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് നമുക്ക് M0 L0 എന്ന് ഇടാം, ഇതിനകത്ത് M0 T0 എന്ന് ഇടാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിപ്പോൾ ജസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇനി നമ്മളിത് ഇക്വേറ്റ് ചെയ്യണം. അപ്പം F is equal to 2 pi root of L by G. അപ്പം ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഡയമെൻഷൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി. അപ്പം F T⁻⁻1 is equal to റൂട്ട് ഓഫ് L by G അല്ലേ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് ഓഫ് X എന്ന് പറഞ്ഞാൽ നമുക്ക് X⁻1/2 എന്ന് എഴുതാം. 1/√(x) ആണെങ്കിൽ X⁻⁻1/2 എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ എഴുതുകയാണെങ്കിൽ ഇപ്പം Lൻ്റെ റൂട്ട് ക്യാപിറ്റൽ L അല്ലേ, (1/2) ഡിവൈഡഡ് ബൈ Gൻ്റെ റൂട്ട് L⁻1 T⁻².
റേസ് ടു 1/2. ഇനി ഇത് നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് L raised to 1/2 ഇൻറ്റു, അപ്പം ഇത് മുകളിൽ പോകുമ്പോൾ റേസ് ടു -1/2 അപ്പോൾ -1/2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ L raised to -1/2. T raised to -2 ഇൻറ്റു -1/2 എന്ന് പറയുമ്പോൾ T മാത്രമാവും. കാരണം ഇവിടെ ചെയ്യുന്ന സമയത്ത് T raised to -2 ഇൻറ്റു 1/2 അപ്പോൾ -2/2 എന്താ T raised to -1. T raised to -1 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം ആ മൈനസ് മാറിയിട്ട് T raised to 1 ആവും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാം സെയിം ബേസ് ഉള്ള സാധനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവേഴ്സ് തമ്മിൽ ആഡപ്പ് ആവും. അപ്പോൾ 1/2 പ്ലസ് -1/2 0 ആയി. അപ്പോൾ അത് L raised to 0 ആയി. പിന്നുള്ളത് T raised to 1 ആണുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ T raised to -1 ആണ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ T raised to 1 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം ഫൈനലി എഴുതേണ്ടത് ഡയമെൻഷനലി ഇത് കറക്റ്റ് അല്ല അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി വെലോസിറ്റി v of a particle depends on time as v is equal to, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ v is equal to at square plus bt ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി എന്നാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഓരോന്നിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല ചെയ്ത് നമുക്ക് അറിയാവുന്നതൊക്കെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു, വെലോസിറ്റി അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT raised to -1. പിന്നുള്ളത് T ആണ്. T എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം തന്നെ. അപ്പോൾ നമ്മളിത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു at സ്ക്വയർ പ്ലസ് bt എന്ന് എഴുതുന്ന സമയത്ത് v LT raised to -1 is equal to some a into t square, അതായത് t square പ്ലസ് ഏതൊരു ഡയമെൻഷനാണ് ബി നമുക്കറിയില്ല ഇൻറ്റു ടി. ഈ രീതിയിൽ എഴുതാം. പക്ഷെ നമ്മൾ ഡയമെൻഷണൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അനുസരിച്ച് ഈ ഒരു കംപ്ലീറ്റ് ടേമിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT raised to -1 ആയിരിക്കണം. ഇതിൻ്റെയും ഒരു ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT raised to -1 ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കൊരു ലോജിക്ക് വെച്ചിട്ട് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ഏതൊക്കെ കുറവുള്ള ഒരു L കുറവുണ്ട്. അപ്പം L എഴുതണം. ഈ T സ്ക്വയറിനെ -1 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി 2 അല്ലേ ഉള്ളത്, 2 പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ -3 അല്ലേ. അപ്പോൾ ഈ T സ്ക്വയറിനെ T raised to -1 ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് T raised to -3 വേണം. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ ഇൻറ്റു T സ്ക്വയർ ചെയ്യുമ്പോൾ L വന്നു -3 + 2 -1. അപ്പോൾ ഇവിടെ LT raised to -1 ആയില്ലേ. പ്ലസ് ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ സെയിം സാധനം ആവാൻ ഒരു എല്ലിൻ്റെ കുറവുണ്ട്. അപ്പം L വേണം. പിന്നെ ടീനെ T raised to 1നെ -1 ആക്കണമെങ്കിൽ ഇവിടെ ഏത് വേണം, ഒരു T raised to -2 വേണം ഇൻറ്റു ക്യാപിറ്റൽ T ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായി 1 + -2 എന്ന് പറഞ്ഞാൽ 1 - 2 -1.
അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -3 കിട്ടി. ബീൻ്റെ എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -2. ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് ഇന്നലെ നമ്മൾ എഴുതിയില്ല, ഒരു റേസ് ടു എ ബി സി എന്നിട്ടിട്ട് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അന്നേരം തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് ലോജിക് വെച്ചാൽ മതി. ഇവിടെ T² ഉള്ളൂ, അപ്പോൾ അതിന് സാധനമാക്കാൻ ഏതൊക്കെ ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പം എ റേസ് ടു ഒരു വാല്യൂ എഴുതാം, എ എന്നുള്ള അല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് എം എൽ ടി അല്ലേ. അതിനകത്ത് ഈ സൈഡിലുള്ളത് എന്തായാലും എം ഇല്ല, അപ്പോൾ നമുക്ക് എമ്മിൻ്റെ കാര്യം എടുക്കണ്ട, എല്ലും ടിയും മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലിനൊരു എ ഇട്ട് കൊടുത്തു, ടിക്കൊരു ബി ഇട്ട് കൊടുത്തു, പിന്നെ ഇവിടെ ഒരു T² ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ടേം ഇത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം എൽ ടി റേസ് ടു -1 എൽ എന്താണ്, എല്ലിന് 1 ആണുള്ളത് ഇവിടെ, ഈസ് ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ ടേം ഏതാ, എ മാത്രമേ ഉള്ളൂ. അപ്പം എ നമുക്ക് മനസ്സിലായി, എ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ടീൻ്റെ ടേം നോക്കാം. ഈ സൈഡിൽ -1 ആണ്, ഈസ് ഈക്വൽ ടു ഇവിടെ ടി റേസ് ടു ബി ഇൻറ്റു ടി റേസ് ടു 2, അപ്പോൾ ടി റേസ് ടു ബി പ്ലസ് 2. അപ്പോൾ നമുക്ക് ഇവിടെ ബി പ്ലസ് 2 ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ ബിയുടെ വാല്യൂ എന്തായി, ഇതിങ്ങോട്ട് വരുമ്പം -3 കിട്ടി. അപ്പം എൽ റേസ് ടു എ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു 1, ടി റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -3. ഇനി നമുക്ക് ഈ ഒരു ടേം ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തും നമുക്ക് എം ഇല്ലാത്തതുകൊണ്ട് എം കൺസിഡർ ചെയ്യേണ്ട. എൽ റേസ് ടു എ ഉണ്ടായി നേരത്തെ, എൽ റേസ് ടു എക്സ് ടി റേസ് ടു വൈ ഇൻറ്റു ടി. അപ്പം ഈ സെക്കൻഡ് ടേം നമ്മൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ എൽ എന്താ 1 ഈസ് ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ ടേം എന്താ എക്സേ ഉള്ളൂ, എക്സ്. ടി എന്ന് പറഞ്ഞാൽ -1 ഈസ് ഈക്വൽ ടു ഇവിടെ ടി റേസ് ടു വൈ ഇൻറ്റു ടി റേസ് ടു 1 ഉണ്ട്. അപ്പം ടി റേസ് ടു വൈ പ്ലസ് 1 അല്ലേ. അപ്പം ഇവിടെ ടീൻ്റെ വാല്യൂ -1 ആയിട്ട് -1 ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 കിട്ടുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, എൽ റേസ് ടു 1. വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, -2. അപ്പം ടി റേസ് ടു -2. അപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് എൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്, എൽ ടി റേസ് ടു -3. ബീൻ്റെ എന്താ കിട്ടിയത്, എൽ ടി റേസ് ടു -2. ഇതാണ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് അല്ലേ. അപ്പം മാസ് ബൈ സെക്കൻഡ് ക്യൂബ്. ഇതെന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. ഈ രീതിയിലും എഴുതാം. അപ്പോൾ നമുക്ക് എൻ്റെയും ബീൻ്റെയും ഡയമെൻഷൻസ് കിട്ടി, അതും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് 2 ബോഡീസ് മെഷേർഡ് ബൈ എ മീറ്റർ സ്കെയിൽ ആർ ഗിവൺ ആസ്. ഫസ്റ്റ് ലെങ്ത് തന്നിരിക്കുന്നത് 20 ± 0.5, 20 ± 0.5 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ലെങ്ത് L2 തന്നിരിക്കുന്നത് 15 ± 0.2 സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത 2 ലെങ്ത് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ ലെങ്ത്തിൻ്റെ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച സമ്മ് എല്ലാവർക്കും അറിയാം, രണ്ടും ആഡ് ചെയ്തെന്ന് വെച്ചാൽ ഡിഫറൻസ് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എറർ ടേമും കൂടെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചതിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഓഫ് എറേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അഡീഷൻ സബ്ട്രാക്ഷൻ്റെ ലോ എന്തായിരുന്നു, ആൻസറിലുള്ള എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു
ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി അല്ലെങ്കിൽ ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബി. പക്ഷെ നമ്മളെപ്പോഴും ഇതിനകത്ത് ചോദിക്കുന്ന സമയത്ത് എറർ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സം ചെയ്യുമ്പം 20 + 15 35, 0.5 + 0.2 0.7, ഇത്രയും സെൻറ്റിമീറ്ററാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് 20നോട് ആദ്യത്തെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുക. 20 + 15 35 കിട്ടി. പിന്നെ ഈ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, അതായത് 0.5 + 0.2 നമുക്ക് 7 കിട്ടി. ഇനിയിപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും 20 - 15 എത്രയാണ്? 5. പിന്നെ പ്ലസ് ഓർ മൈനസ് നമ്മുടെ എറർ എപ്പോഴും നമ്മൾ മാക്സിമം വാല്യൂ എഴുതി വെക്കുക. അപ്പം 0.5 + 0.2 തന്നെയാണ് ചെയ്യേണ്ടത്. 0.7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് സം എത്രയാണ്? 35 ± 0.7 സെൻറ്റിമീറ്റർ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ± 0.7 സെൻറ്റിമീറ്റർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. ദിസ് ഈസ് അക്കോർഡിംഗ് ടു വിച്ച് ലോ ഓഫ് ഫിസിക്സ്? സെയിം സാധനം, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ കുറച്ച് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അതായത് ഒരേ ഡയമെൻഷനുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് ഇതിൻ്റെ ആൻസർ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ PV = Fx. ഇതിനകത്ത് എന്തൊക്കെയാന്ന് തന്നിട്ടുണ്ട്? P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോളിയം, F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, X എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതി വെക്കണം. പ്രഷറിൻ്റെത് M L⁻⁻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 ⁻
വി എന്ന് പറഞ്ഞാൽ വോളിയം തന്നിട്ടുണ്ട്. വോളിയത്തിൻ്റെ എന്താണ്? എൽ ക്യൂബ്. എഫ് ഫോഴ്സ് mL(T⁻²). അത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. കാരണം അത് സ്ഥിരം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഫോഴ്സ് എന്നുള്ളൊരു ടേം കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ട്രാവൽ ചെയ്ത് തന്നെ. അപ്പം അത് എൽ. അപ്പോൾ ചോദ്യം എന്താണ്? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മളിത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. പി വി എന്നുള്ള ടേം പി ഇൻറ്റു വി mL(−1)T⁻² ഇൻറ്റു വി എത്ര? എൽ ക്യൂബ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ്. അപ്പോൾ എഫ് ആദ്യം ചെയ്താൽ mL(T⁻²) എക്സിൻ്റെത് എൽ. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോന്ന് എടുത്തെഴുതാം. അപ്പം എം ഓക്കെ, എം തന്നെ വരും. എല്ലിൻ്റെത് എന്താ? L⁻⁻1 ഇൻറ്റു എൽ ക്യൂബ്. അപ്പം നമ്മൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. -1 + 3 2 അല്ലേ, L². പിന്നെ ടീൻ്റെ വേറെ ടേമില്ല, അപ്പം T⁻² തന്നെ വരും. ഈസ് ഈക്വൽ ടു എം വേറെ ടേമില്ല, അങ്ങനെ തന്നെ എഴുതാം. L⁻1 ഇൻറ്റു L⁻1 1 + 1 2 L². ടീൻ്റെ വേറെ ടേമില്ല, അപ്പോൾ തന്നെ T⁻². അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ? RHSൽ mL²T⁻², അല്ല LHS mL²T⁻², RHS എന്ന് പറഞ്ഞാലും mL²T⁻². അപ്പോൾ രണ്ട് സൈഡിലെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണെന്ന് പറയാം.
അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒരേ മോഡലുള്ള വരുന്നുണ്ട്, അത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലിയർ ആക്കാന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ mass of the body, velocity and radius of the circular path. Find the expression for centripetal force acting on the body using dimensional analysis. പിന്നെ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് k is equal to 1 എന്ന് എടുത്തോളാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് പ്രൊപ്പോർഷണാലിറ്റി ഇടുക, മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ k is equal to 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം f is equal to k ഇൻറ്റു ഈ വാല്യൂ. k 1 ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഇടാം, m v r. നമ്മൾ ഡയമെൻഷൻ ഫോമുല പോലെ എഴുതി. ഇനി ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം. എഫിൻ്റെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്തായിരുന്നു? എം എൽ ടി റേസ് ടു -2. എം എന്ന് പറഞ്ഞാൽ മാസ്സാണ് തന്നിട്ടുണ്ട്. മാസ് നമുക്ക് ക്യാപിറ്റൽ എം തന്നെ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, എൽ ടി റേസ് ടു -1. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കുലർ പാത്തിൽ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെങ്ത് തന്നെയാണ്, അപ്പോൾ അത് എൽ. ഈ രീതിയിൽ നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ആ പവർ ഇട്ടിട്ട് ചെയ്യാം. അതായത് എഫിൻ്റെ ഇസ് ഈക്വൽ ടു എം റേസ് ടു എ r raised to b v raised to b r raised to c. ഇനി ഡയമെൻഷണൽ ഫോമുല ചെയ്ത m l t raised to -2 is equal to എമ്മിൻ്റെത് ക്യാപിറ്റൽ M raised to a. വെലോസിറ്റി l t raised to -1 l t raised to -1 raised to b. റേഡിയസ് എൽ റേസ് ടു സി. ഇനി നമുക്ക് ആ പവേഴ്സ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എമ്മിൻ്റെ ടോട്ടൽ പവർ എത്ര? 1 അല്ലേ? ഈക്വൽ ടു ഇവിടെ എമ്മിന് ഏതൊക്കെ പവേഴ്സ് ഉണ്ട്? ആകെ ഒരു ടേമേ ഉള്ളൂ, അതായത് എം റേസ് ടു എ. ഇപ്പോൾ എം റേസ് ടു 1 ഈക്വൽ ടു എം റേസ് ടു എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 1. എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എൽ ടേംസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എല്ലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു, ഇവിടെ എൽ ഇല്ല, ഇവിടെ എല്ലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു ബി. ഇവിടെ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു സി. ഇപ്പോൾ ബി പ്ലസ് സി. ടീൻ്റെ പവർ നോക്കാം. ഇവിടെ ടി റേസ് ടു -2 അല്ല, അപ്പം ടീൻ്റെ പവർ -2 ഈസ് ഈക്വൽ ടു, ഇവിടെ ടീൻ്റെ എത്രയാണ്? -1 ഇൻറ്റു ബി മൈനസ് ബി. ഇവിടെ ആണെങ്കിൽ വാല്യൂ ടി വാല്യൂ ഇല്ല. അപ്പോൾ ഈ ഇക്വേഷനിൽ -b ഈസ് ഈക്വൽ ടു -2. അതിൻ്റെ അർത്ഥം എന്താ? b ഈസ് ഈക്വൽ ടു 2. b 2 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് എന്ത് എഴുതിയാൽ പോരെ? ബീൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്താൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് c ഈസ് ഈക്വൽ ടു -1 കിട്ടി. പിന്നെ എമ്മിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ഫസ്റ്റത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്, a ഈസ് ഈക്വൽ ടു 1 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ a ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളിത് എഴുതുന്ന സമയത്ത് എന്താ? എം റേസ് ടു എ വി റേസ് ടു ബി ആർ റേസ് ടു സി അല്ലേ? അപ്പം എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ എം റേസ് ടു എ. എൻ്റെ വാല്യൂ 1, അപ്പം എം തന്നെ. പിന്നെ വി റേസ് ടു ബി, ബീൻ്റെ വാല്യൂ 2, അപ്പം വി റേസ് ടു 2. പിന്നെന്താണ്? ആർ റേസ് ടു സി, ആറിൻ്റെ സീൻ്റെ വാല്യൂ -1, അപ്പോൾ ആർ റേസ് ടു -1.
പി റേസ് ടു -1 എന്നുള്ള നമുക്ക് 1/r എന്ന് എഴുതിക്കൂടെ, അതായത് എക്സ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/x അല്ലേ. ആ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതുമ്പം mv²/r. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയാലും നമ്മൾ 3 ടൈപ്പ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ പ്രോബ്ലം ചെയ്തു. ആ മെത്തേഡുള്ളതേ വരുള്ളൂ. അപ്പോൾ ഓരോ മെത്തേഡിനും നിങ്ങൾ ജസ്റ്റ് 2 സൈഡിലെയും ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോമിൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് ആ ഇക്വേഷനിലുള്ള പോലെ തന്നെ 2 സൈഡിലും എഴുതിയിട്ട് അത് സെയിം ആവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആഡ് ചെയ്താൽ 2 സൈഡിലും സെയിം ആവും, അല്ലെങ്കിൽ ഏതൊക്കെ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലും സെയിം ആവും. ആ രീതിയിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസിന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവബിൾസ് A, B, C and D. അതായത് A, B, C, D എന്ന് പറഞ്ഞാൽ 4 ക്വാണ്ടിറ്റീസ് ആയിട്ട് P എന്നുള്ളൊരു ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? P ഈസ് ഈക്വൽ ടു A³ B²/√C/D. ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ √CD എന്നാണ്, പക്ഷെ ശരിക്കും അത് ക്വസ്റ്റ്യൻ √C/D എന്നാണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത് റിലേഷൻ. അപ്പോൾ പിന്നെ തന്നിരിക്കുന്നത് പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് ഓഫ് A, B, C and D ആർ. എൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ 1%, ബിൻ്റെത് 3%, സിൻ്റെത് 2%, ഡിയുടേത് 3%. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പി? നമ്മൾ ഇന്നലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് എറേഴ്സിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഫൈനൽ ആൻസറിനകത്ത് മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ചെയ്യുമ്പം ഫൈനൽ ആൻസർ ΔZ/Z ഈസ് ഈക്വൽ ടു ΔA/A പ്ലസ് ΔB/B എന്നാകുന്നു കണ്ടു. അതായത് 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഫൈനൽ ആൻസറിനകത്തുള്ള എറർ പെർസെൻറ്റേജ് ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കും. അതേപോലെ നമ്മൾ വേറൊരു സംഭവം കൂടെ കണ്ടു. ഇപ്പോൾ ഒരു വാല്യൂ A⁻n എന്ന് നമ്മൾ പവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ ΔZ/Z എന്താവും? n × ΔA/A എന്ന് എഴുതാം. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എററിൻ്റെ അകത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള 2 ടൈപ്പ് പ്രോബ്ലംസേ ഉള്ളൂ. ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തു, ആ ±0.3 0.5 വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇതേപോലെ പെർസെൻറ്റേജ് എറേഴ്സ് തരും, അതിനകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്കിപ്പം ΔP/P ആണ് ചോദിച്ചിരിക്കുന്നത്. ΔP/P അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ബൈ മീൻ വാല്യൂ, അതിൻ്റെ ×100 എന്നുള്ള പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് A, B, C, Dയുടെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഇവിടെ തന്നത് എന്താ? ΔA/A ×100 എന്ന് പറഞ്ഞാൽ 1, ΔB/B ×100 ആണ് 3, ΔC/C ×100 2ഉം ΔD/D ×100 3ഉമാണ്. ഇതാണ് ശരിക്കും ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് എറർ എന്നുള്ള രീതി തന്നത്. അപ്പം നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ച് എഴുതാം. അതായത് ΔP/P ഈസ് ഈക്വൽ ടു, ഇവിടെ A⁻³ ഉണ്ട്. അപ്പോൾ റേസ് ടു പവർ വരുമ്പം നമ്മൾ ഈ ΔA/A ഫോമിൽ എഴുതുമ്പോൾ എന്താണ്? ആ റേസ് ടു പവർ ഇൻറ്റു അല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 3 × ΔA/A. പിന്നെ ഈ 2 ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെക്സ്റ്റ് വാല്യൂവിൻ്റെ പ്ലസ് ΔB/B അല്ലേ, പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു പവറും കൂടെ ഉള്ളതുകൊണ്ട് 2 × ΔB/B, 2 × ΔB/B.
പിന്നെ റൂട്ട് വാല്യൂ വരുന്നുണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1/2 അല്ലേ, റേസ് ടു 1/2. അപ്പം c റേസ് ടു 1/2 വരും. അപ്പം ശരിക്കും അവിടെ വരുന്നത് c റേസ് ടു 1/2. അത് നമ്മളെങ്ങനെ എഴുതുക, റേസ് ടു പവർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, അതായത് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. പിന്നെ ഡി അങ്ങനെ തന്നെ വരുന്നു. അപ്പം ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ ഡി ബൈ ഡി. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിയാൽ ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓഫ് എറേഴ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പം ഇത് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതും ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് പോകുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇൻഡിവിജ്വൽ ടേംസ് ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ ബി ബൈ ബി വെച്ച് പോവാം. ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും പ്ലസ് ചെയ്തിട്ട് ഡെൽറ്റ സി ബൈ സി, ഡെൽറ്റ ഡി ബൈ ഡി വരെ ചെയ്ത് പോവാം. പിന്നെ പവേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ടേമിനെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ, 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി 3 പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, 1/2 ഇൻറ്റു 2 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി 3. അപ്പം നമുക്ക് എന്ത് കിട്ടി, 3 ഇൻറ്റു 1 3 പ്ലസ് 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഇൻറ്റു 1/2 1 പ്ലസ് 3 കിട്ടി. അപ്പോൾ ടോട്ടൽ നമുക്ക് 13 കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻറ്റു 100 കൊണ്ട് ചെയ്ത വാല്യൂ അല്ലേ ചെയ്തത്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100ൻ്റെ വാല്യൂ ആണ് 13% എന്ന് പറയുന്നത്. ഇത് നമ്മൾ എല്ലാം ഇൻറ്റു 100 വാല്യൂ ആണ് നമ്മൾ ഈ പെർസെൻറ്റേജ് ഇട്ടുകൊണ്ട് ചെയ്തത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഇൻറ്റു 100 ചെയ്യാൻ എഴുതേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് നമ്മൾ. ശരിക്കും 100 വാല്യൂ ഇട്ട വാല്യൂസാണ് 2 ഈ 1 3 2 3. അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ആൻസർ 13 കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് 100 ചെയ്യാതെയാണെങ്കിൽ 0.01 0.03 അങ്ങനെയാണ് വരിക. അത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് 13 കിട്ടി. അതാണ് നമ്മളെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ, ഈ ഒരു വെറൈറ്റിയിലേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഒരു വരാവുന്ന പല ടൈപ്പ് പാറ്റേൺ ഞാൻ ഇതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിലും പിന്നെ ഓരോ പോർഷൻ കഴിയുമ്പോൾ അതിനകത്ത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോൾവ്ഡ് ആയിട്ടുള്ള. അതും ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങൾക്ക് ഫെമിലിയർ ആവും. പിന്നെ ആകെ ചെയ്യേണ്ടത് ചില ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെക്കുക, നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഫോഴ്സ്, വെലോസിറ്റി ഒക്കെ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെയർലെസ് മിസ്റ്റേക്ക് വരാതെ നോക്കിയാൽ മാത്രം മതി. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 സംഭവങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കണക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ കെയർലെസ് ആയിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്താതെ മാത്രം നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ മൊത്തം ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പം നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. പിന്നെ ഞാനിപ്പോൾ ചെയ്യിപ്പിച്ച മോഡലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഗൈഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ പ്രോബ്ലംസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാനിപ്പം പറഞ്ഞത് ഇത്തിരി സ്പീഡായപ്പോൾ മനസ്സിലായോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇനിയും കുറേ ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടെ പ്രോബ്ലംസ് ഉണ്ടാകും, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യിപ്പിക്കും. കാരണം ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോ മുതൽ കാണാം. ബൈ.